സ്വാമിയേ ശരണമയ്യപ്പ. പ്രിയ കുടുംബാംഗങ്ങളെ, നിരവധി സ്വാമിമാരും അതുപോലെ സ്വാമിമാരുടെ കുടുംബാംഗങ്ങളും അയ്യപ്പ സ്വാമിമാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിരവധി തവണ പലരും ചോദിച്ചൊരു ചോദ്യമാണ്, ഈ ശബരിമലക്ക് പോകാൻ വേണ്ടി മാല ധരിച്ചു. അങ്ങനെ മാല ധരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബന്ധത്തിൽപ്പെട്ട ഒരാൾ മരിച്ചുപോയി. എന്താണ് ചെയ്യേണ്ടത്? അവർ മാല അഴിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ചിലപ്പോൾ അച്ഛനായിരിക്കാം, അമ്മാവനാവാം, അല്ലെങ്കിൽ അമ്മ തന്നെ ആവാം, അല്ലെങ്കിൽ സഹോദരങ്ങളാവാം, അല്ലെങ്കിൽ ബന്ധുജനങ്ങളാവാം, അല്ലെങ്കിൽ നമ്മൾ ഇടപെടേണ്ട വളരെ വേണ്ടപ്പെട്ട നമ്മുടെ മറ്റാരെങ്കിലും ആകട്ടെ. ഇങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാല അഴിക്കേണ്ടതുണ്ടോ എന്ന് പലരും ചോദിക്കുന്നു. അങ്ങനെ മാല അഴിച്ചു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരാൾ മരിച്ചു എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ആ സമയത്ത് ശബരിമലക്ക് പോകാൻ പറ്റുമോ? പിന്നെ അടുത്ത വർഷം മാത്രമേ പോകാൻ പാടുള്ളൂ എന്നൊക്കെയാണ് ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പല തവണ പലതരത്തിലായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, മാലയിട്ടാൽ ശബരിമലക്ക് പോകാൻ വേണ്ടി ഒരു ക്ഷേത്രത്തിലെത്തി ആ ക്ഷേത്രത്തിൽ നിന്നും നമ്മളുടെ മാല പൂജിച്ച് വാങ്ങിച്ച് നമ്മുടെ കഴുത്തിലേക്ക് ഒരു ഗുരുസ്വാമി നമ്മളെ അണിയിച്ചു നിൽക്കട്ടെ. ആ നിമിഷം മുതൽ ഇവരെ വിളിക്കുന്നത് സ്വാമി എന്നുള്ളതാണ്. മാല ധരിച്ച് ആ കച്ച കെട്ടിയത് മുതൽ, എന്നുവെച്ചാൽ കറുപ്പൊടുക്കുന്നത് മുതൽ അവരെ സ്വാമി സ്വാമി എന്നേ വിളിക്കും. ഇവരുടെ ദൃഷ്ടിയിൽ, ഈ മാലയിട്ട വ്യക്തിയുടെ ദൃഷ്ടിയിൽ തൻ്റെ മുന്നിലുള്ള സർവ്വചരാചരങ്ങളും എന്താണ്? സ്വാമിമാരാണ്. അപ്പോൾ സ്വാമി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ രക്ഷകൻ, നാഥൻ, യജമാനൻ, സംരക്ഷകൻ എന്ന വിധത്തിലാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഒക്കെ നാഥനായിട്ടുള്ള ആ ഈശ്വര ചൈതന്യം തന്നെയാണ് ഈ മാലയിട്ടിരിക്കുന്ന വ്യക്തിയിലും ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞിട്ട്, ആ മാലയിടുന്ന സമയത്തേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുള്ളൂ. യഥാർത്ഥത്തിൽ എല്ലാ സമയത്തും ഉണ്ട്. പക്ഷെ അത് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കുകയാണ് മാല ധരിച്ച വ്യക്തി ചെയ്യേണ്ടത്. അപ്പോൾ അവരെ സ്വാമി എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പോൾ സ്വാമി എന്ന് നമ്മൾ വിളിക്കുന്ന അവസരത്തിൽ ഈ സ്വാമിക്ക് എല്ലാം ബന്ധുക്കളാ. ഈ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം ആണല്ലോ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്നത്. ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ചൈതന്യം ആണല്ലോ ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളിലും ഉള്ളത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും ആ ഈശ്വരീയ ചൈതന്യമുണ്ട്, നമ്മുടെ ഉള്ളിലുമുണ്ട്. അപ്പോൾ നമ്മളത് തിരിച്ചറിയാൻ വേണ്ടി തിരിച്ചറിയുന്നു, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ് മാലയിട്ട സമയത്തുള്ള പ്രത്യേകത. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ആ ഈശ്വരീയ ചൈതന്യം ഏതെങ്കിലും എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടെങ്കിലും അവരുടെയൊക്കെ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും മാതാപിതാക്കളും ഒക്കെ മരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും തന്നെ എന്തില്ല? പൊലയില്ല. അവർക്കൊന്നും തന്നെ പൊലയേ ഇല്ല. കാരണം എൻ്റെ ഉള്ളിലുള്ള അതേ ചൈതന്യം തന്നെയാണ് അടുത്ത വീട്ടിലുള്ള നാരായണേട്ടൻ്റെ ഉള്ളിലും ഉണ്ടാവുക, ഉറപ്പാണല്ലോ. അപ്പോൾ ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തിക്കുള്ളിലുള്ള ചൈതന്യവും എൻ്റെ ഉള്ളിലുള്ള ചൈതന്യവും ഒന്ന് തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. ആ മരിച്ച വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ആ ചൈതന്യം പുറത്തേക്ക് പോയേ ഉള്ളൂ. അപ്പോൾ ആ വ്യക്തി എൻ്റെ വളരെ വേണ്ടപ്പെട്ടതാണ്. കാരണം ഒരേ ചൈതന്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ആ വ്യക്തി മരിക്കുമ്പോൾ നമ്മൾ പോലെ ആചരിക്കുന്നില്ല. നമ്മളിവിടെ എങ്ങനെ ആചരിക്കുന്നത്? ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ ബന്ധം, അതുപോലെ ആത്മബന്ധം, ഈ രണ്ട് ബന്ധത്തിനാണ് നമ്മൾ പൊല കണക്കാക്കുന്നത്, പൊതുവെ ചെയ്തു വരുന്നത്. അപ്പോൾ ആ ശരീരത്തിൻ്റെ ബന്ധത്തിൻ്റെ പേരിലാണ് നമ്മൾ പൊല കൽപ്പിക്കുന്നതെങ്കിൽ അതിനേക്കാളും ശ്രേഷ്ഠമായ ബന്ധമാണ് ഈ പറയുന്ന ആത്മബന്ധം, ആത്മാവ് തമ്മിലുള്ള ബന്ധം എന്നർത്ഥം. അപ്പോൾ ആത്മാവ് തമ്മിലുള്ള ബന്ധം പട്ടിക്കും പൂച്ചക്കും എല്ലാ ജീവജാലങ്ങൾക്കും നമ്മൾക്ക് മനുഷ്യന്മാർക്കെല്ലാം തന്നെ ഉണ്ടാവണം ആത്മബന്ധം എന്ന് പറയുന്നത്. ആ ആത്മാവ് തമ്മിലുള്ള ബന്ധത്തിന് പോലെ വേണ്ടേ? എന്നാൽ അതിനില്ല. ഒരു വ്യക്തി മരിച്ചാലോ ആര് മരിച്ചാലോ ഈശ്വരന് പൊലയില്ല. ആ ഈശ്വര ചൈതന്യമാണ് നമ്മുടെ ഉള്ളിലുള്ളത്, നമുക്കും പൊലയില്ല. എന്നാൽ ഈ കാര്യം അറിയാത്ത ആൾക്കാരാണ് നമ്മളിപ്പോൾ മാറിയിട്ടുകൊണ്ടാണ് നമുക്കിത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അല്ലാത്ത ആൾക്കാർ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ശാരീരികമായ ബന്ധമാണ് എല്ലാവർക്കും ഉള്ളത്, ഭൗതികമായ ബന്ധമാണുള്ളത്. ആ ഭൗതിക ബന്ധത്തിൻ്റെ പേരിലാണ് പൊല ആചരിക്കുന്നത്. അപ്പോൾ ഈ മാലയിട്ട വ്യക്തിക്ക് പൊലയുണ്ടാവുമോ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതിനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലെ അച്ഛനാണ് മരിച്ചത്, അമ്മയാണ് മരിച്ചത്, അമ്മാവനാണ് മരിച്ചത്. ഇങ്ങനെയുള്ളൊരവസ്ഥ വരുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ ഗഹനമായൊരു വിഷയമാണ്. അവർക്ക് ചെയ്യേണ്ട ചടങ്ങുകൾ അവരുടെ മക്കൾ ചെയ്യണം.
അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ആ അച്ഛന് വേണ്ടി കർമ്മം ചെയ്യേണ്ടത് ആരാ? മക്കളാണ്. അമ്മ മരിച്ചാലും കർമ്മം ചെയ്യേണ്ടത് ആരാ? മക്കളാണ്. ചിലപ്പോൾ അമ്മാവൻ മരിച്ചാൽ അമ്മാവന് മക്കളില്ലെങ്കിൽ ഈ മകന് കർമ്മം ചെയ്യാം. ഇനി അയൽവാസി മരിച്ചു, അയാൾക്ക് ആരും ആൺമക്കളില്ല, വേറെ ആരുമില്ല എങ്കിൽ നമ്മൾ അത് ഏറ്റെടുത്തിട്ട് വേണമെങ്കിൽ ആ കർമ്മം നമുക്ക് ചെയ്യാം. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ എന്തായിത്തീരണം? അച്ഛൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ കർമ്മം ചെയ്യാൻ വേണ്ടി ഈ സ്വാമി എന്ത് വേണം? ആ മകനായി തീരണം. അതിനു മുമ്പ് സ്വാമിയാണ്. ഈ മാല അഴിക്കുന്നതോടുകൂടി എന്തായി? അയാൾ മകനായി തീരുന്നു. വെച്ചാൽ എൻ്റെ പേര് വിനോദ് എന്നാണ്. അപ്പോൾ ഞാൻ മാല ഇടുമ്പോൾ എന്തായി? എന്നെ സ്വാമി എന്ന് വിളിക്കുന്നു. മാല അഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? വിനോദ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഞാനെന്ത് വേണം? അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരായി തീരണം? ആ അച്ഛൻ്റെ മകനായിട്ട് തീരണം. അതിനു മുമ്പ് അച്ഛൻ പോലും മോനെ വിളിക്കൽ സ്വാമി എന്നാണ്. മാല അഴിച്ചു കഴിഞ്ഞാൽ ഞാൻ വിനോദായി. അപ്പോൾ ആ കർമ്മം ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? മാല അഴിച്ച് അവരുടെ മകനായി തീർന്നുകൊണ്ട് ആ കർമ്മം ചെയ്യണം. അമ്മയാണെങ്കിലും ഇത് തന്നെയാണ്. സുഹൃത്തുക്കളാണെന്നിരിക്കട്ടെ, ഞാനാണ് അവിടെ കർമ്മം ചെയ്യേണ്ട ഒരാളാണ് എങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ആരുമില്ല, ഞാൻ ആ കർമ്മം ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ അവരുടെ സുഹൃത്തായി തീരണം, അവരുടെ മരുമകനായി തീരണം, അവരുടെ ബന്ധുക്കളായി നമുക്ക് തീരണം. അത് തീർന്നു കലേ മാത്രമേ ഈ കർമ്മം ചെയ്യാൻ പറ്റൂ. കർമ്മം ചെയ്യേണ്ടത് ആരാ? രക്തബന്ധത്തിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ആത്മബന്ധത്തിലുള്ള ആൾക്കാരാണ്. ഈ ആത്മബന്ധമുള്ള ആളായി നമ്മൾ തീരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കർമ്മം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മാലയിട്ട വ്യക്തി അതുവരെ സ്വാമിയായി, ആ സ്വാമിയിൽ നിന്ന് വീണ്ടും തിരിച്ച് അവിടത്തേക്ക് വന്നിട്ട് വേണം ഈ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ കർമ്മം ചെയ്യേണ്ടതല്ല. നമുക്ക് അമ്മാവനാണ്, അമ്മാവന് മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കർമ്മം ചെയ്തിട്ടേ സാരല്ല, ഞാൻ അവിടെ പോകേണ്ട ആവശ്യം പോലും, കാരണം അതിൽ ആൾക്കാരുണ്ട്, ഞാൻ സ്വാമിയായതുകൊണ്ട് ആൾക്കാർ നിർബന്ധമൊന്നുമില്ല എങ്കിൽ നിങ്ങൾ മാല അഴിക്കേണ്ട ആവശ്യമില്ല. അത് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്കാർ മരിച്ചാൽ പോലും ഞങ്ങൾ കർമ്മം ചെയ്യേണ്ടതല്ല എങ്കിൽ, അവിടെ കർമ്മം ചെയ്യാൻ ഇഷ്ടം പോലെ ആളുണ്ട്, ഞാൻ എൻ്റെ അടുത്ത് ഭാഗവാക്കല്ല എങ്കിൽ മാല അഴിക്കേണ്ട. എന്ത് ചെയ്യാം? അതിൽ നിശ്ചിത അകലത്തിൽ നമുക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യാം? അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരെ സഹായിക്കണമെങ്കിൽ നമ്മൾ നിശ്ചിതമായിട്ട് മാറി നിന്നിട്ട് അതിൽ അനുശോചനം അറിയിക്കാമെന്ന് മാത്രം, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. അതുപോലെ ഈ സ്വാമിയെ ബാധിക്കുന്നും ഇല്ല. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ചില ആൾക്കാർ പറയും, എൻ്റെ അമ്മാവൻ്റെ മകള് മരിച്ചിട്ടുണ്ട്, അവിടെ ദൂരത്താണ്, നമ്മൾ കാണുന്നില്ല. ഒരു വിഷയമില്ല, നിങ്ങൾ മാല അഴിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പോലെ ആചരിക്കേണ്ടതേ വരുന്നില്ല. പക്ഷെ എന്ത് വേണമെന്നറിയോ? ഈ മാലയിട്ട സ്വാമി ആ പൊര ആചരിക്കുന്ന അവിടെ അവരുടെ കുടുംബത്തിൽ അവർ വെച്ച ഭക്ഷണം കഴിച്ച് അവരോടൊപ്പം നിൽക്കുന്നത് ശരിയല്ല. അവർ ഓട്ടോമാറ്റിക്കലി അവർ ഇവരായിട്ട് ആ ബന്ധമുണ്ടെങ്കിൽ ഒരു മാല അഴിക്കുമല്ലോ. അപ്പോൾ ആ ബന്ധത്തിൽ നിന്നും തൽക്കാലം അവർ മാറി നിൽക്കണം എന്നർത്ഥം. അവരുടെ പൊല കഴിയുന്നത് വരെ ഇവർ ആ വീടുമായിട്ട് ബന്ധം സ്ഥാപിക്കാതെ മാറി നിൽക്കുന്നതാണ് ഉത്തമം. ഇനി അപ്രീഷിയേറ്റ് അവിടെ പോയത് കൊണ്ട് ദോഷമുണ്ടോ? ഒരു ദോഷവും കേട്ടോ. അവിടെ ഒന്ന് പോയി എന്താ ദോഷം? ഒരു ദോഷവുമില്ല. കാരണം ഒരു ഈശ്വരീയമായതാണ് മറ്റുള്ളവരെ സ്വാന്തനിപ്പിക്കുക, ആശ്വസിപ്പിക്കുക. അങ്ങനെ ആശ്വസിപ്പിക്കാനോ സ്വാന്തനിപ്പിക്കാനോ വേണമെങ്കിൽ നമ്മൾ അവിടെ പോകുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല. കാരണം അത് ഭഗവാന്റെ ഉത്തരവാദിത്തമാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ, സങ്കടമുള്ളവരെ, ദുഃഖമുള്ളവരെ ആ ദുഃഖം ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു സ്വാമിയുടെ ഉത്തരവാദിത്തമാണ്. എന്നുള്ളത് കൊണ്ട് തന്നെ ഒരാൾ കഷ്ടപ്പെടുന്നിടത്ത് പൊലയുണ്ടോ വാലായ്മയുണ്ടോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ കടന്നു ചെന്ന് അവരെ സ്വാന്തനിപ്പിക്കുക, ആശ്വസിപ്പിക്കുക. എന്നാൽ ആവശ്യമില്ലാതെ അവിടെ കൂട്ടിച്ചേർന്ന് അവിടെ ഇടപഴകിയിട്ട് നിൽക്കേണ്ട ഒരാവശ്യവുമില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിലാവട്ടെ പുറമെയുള്ളതാവട്ടെ എവിടെയാവട്ടെ നമ്മളുമായിട്ട് ബന്ധമുള്ള ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ കർമ്മം ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് മാല അഴിക്കേണ്ട ആവശ്യമില്ല, പൊല ആചരിക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം അവരായിട്ട് നമ്മൾ കൂടി ഇടപഴകേണ്ട ആവശ്യവുമില്ല. എന്നാൽ നമ്മൾ കർമ്മം ചെയ്യേണ്ടതാണ്, നമുക്കതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്, നമ്മളെ ചെയ്യാനുള്ളൂ എങ്കിൽ 100% അവൻ ഗുരുസ്വാമിയെ കണ്ട് മാല അഴിച്ചിട്ട് അവിടെ അവരുടെ ബന്ധുവായി തീർന്ന്, മകനായി തീർന്ന്, മരുമകനായി തീർന്ന് ആ കർമ്മങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കേണ്ടതാണ്. അവൻ കൃത്യമായി പോലെ ആചരിച്ചു. ഇനി എപ്പോഴാണ് അവർ ശബരിമലയ്ക്ക് വരാൻ? ഇനി ഈ വർഷം വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പൊല കഴിഞ്ഞാൽ അതിനുശേഷം ശുദ്ധികർമ്മം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യാം? വീണ്ടും മാല ധരിച്ച് മിനിമം അല്ലെങ്കിൽ ചുരുങ്ങിയത് 41 ദിവസം വ്രതം വീണ്ടും എടുക്കണം. ഇവിടെ ചോദിക്കും, 20 ദിവസം ഞാൻ മുന്നേ വ്രതം എടുത്തിട്ടുണ്ട്, അപ്പോൾ അതിനിടയിൽ പൊല വന്നുപോയി, മാല അഴിച്ചു കർമ്മം ചെയ്തു, ഇനി എനിക്ക് 21 ദിവസം വ്രതം എടുത്താൽ പോരെ എന്ന് വെച്ചാൽ പോരാ. ആ അവസരത്തിൽ വീണ്ടും 1 എന്ന വിധത്തിൽ 41 ദിവസമെങ്കിലും ചുരുങ്ങിയത്, അതിൽ കൂടുതൽ എത്ര വേണമെങ്കിൽ എടുക്കുക കേട്ടോ, ചുരുങ്ങിയത് 41 ദിവസം വ്രതം എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യുക? അവർക്ക് ശബരിമലയ്ക്ക് പോകാം. അടുത്ത വർഷം വരെ കാത്തിരിക്കേണ്ട ഒരാവശ്യവുമില്ല. പലരും നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്.
പൊല കഴിഞ്ഞു. നമ്മളറിയാം, പൊല കഴിഞ്ഞാൽ അവിടുത്തെ ആത്മാവിനെയൊക്കെ ചില ആൾക്കാർ എന്ത് ചെയ്യും, ആവാഹിച്ചിട്ട് ചില ക്ഷേത്രത്തിൽ കൊണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിലല്ല അവർ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്നും വിഷയമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ പൊലയും അതിൻ്റെ അശുദ്ധിയും എല്ലാം കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആദ്യം മുതൽ തന്നെ മാല ധരിച്ച് കൃത്യമായ വ്രതത്തോടു കൂടി ആ വർഷം തന്നെ ശബരിമലക്ക് പോകുന്നതിന് ഒരു തെറ്റുമില്ല. അപ്പോൾ പൊല യഥാർത്ഥത്തിൽ സ്വാമിമാരെ ബാധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. താഴെ കമൻറ്റ് എഴുതിയിട്ടുണ്ട്, അവിടെ രേഖപ്പെടുത്താം. അതോടൊപ്പം ഇതുപോലുള്ള നിരവധി വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നോക്കൂ, തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ തൊട്ട് കൊടുക്കുക. ആ തൊട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവിടെ ഒരു മണിയുടെ ചിത്രം വരും, അതുകൂടി തൊട്ട് കൊടുക്കുക, മതി. ഇനി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ മെസ്സേജ് ആയിട്ട് വരും. നിങ്ങൾക്കതെല്ലാം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാം. ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.